ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടാണ്. ഇന്നാണ് ആ ദിവസം അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു ഫോട്ടോഷൂട്ടിൻ്റെ അന്ന് മോനെ നമ്മൾ റിവീൽ ചെയ്യുന്നു അല്ലേ, മോൻ്റെ ഫേസ് നമ്മൾ റിവീൽ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ ഒരു ഫോട്ടോഷൂട്ടും പിന്നെ മോനെ കാണാൻ കൊതിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ഇന്ന് മോനെ കാണാം. ഇനിയിപ്പോൾ ഇത് പറയാം, എൻ്റെ ഒരു മോന് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അവർ കാണണമെന്ന് എനിക്ക് വലിയ നിർബന്ധമല്ല. കാണാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും ഇന്ന് നമ്മൾ മോനായിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ന്യൂ ബോൺ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് ഷെറിൻ ജബ്ബാർ എന്ന് പറഞ്ഞ നമ്മുടെ ഫോട്ടോഗ്രാഫറാണ് അല്ലേ. ന്യൂബോണിൻ്റെ ഒരുവിധം ന്യൂബോണിൻ്റെ നല്ല പ്രീമിയം ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. മുകളിൽ അലേഹയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾ ഫോട്ടോ ആദ്യം എടുത്ത് അലേഹ ഒരു കാര്യത്തിലും സഹകരിക്കുന്നില്ല. പക്ഷെ ആ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നല്ല രീതിക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കണം. പക്ഷെ ഓളെ പ്രായവും ഓള് കളിക്കേണ്ട സമയമാവുകൊണ്ട് ഓള് പല ഫോട്ടോത്തൊന്നും മിസ്സായി പോകുന്നുണ്ട്. ഓൾക്കുള്ള ഫോട്ടോഷൂട്ടാണ് നമ്മൾ മെയിനായിട്ട് ഒരുക്കിയത്. പക്ഷേ ഓൾ അതിനൊന്നും അടുക്കുന്നില്ല. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾക്കാഞ്ഞിങ്ങനെ നടക്കാത്തുള്ള സോയിലാണ്. പിന്നെ ഞാൻ എടുത്ത് കഴിയുമ്പോൾ ഒന്ന് കരഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഷോട്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിഷ്വൽസും കൂടി നമുക്ക് കാണാം. അലേഹത മുകളിൽ നിന്നിട്ട് കാര്യമാണ്. ഉമ്മ അലേഹനെ നോക്കി നടക്കും. ഉമ്മയും കൂടി ഇന്ന് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടിയിരുന്നു കാശ് അല്ലേ. പാല് കലക്കിയിട്ട് കൊണ്ടുപോകണം ചെറുക്കണൊക്കെ. ഇങ്ങനെ രണ്ടാളും ഇവിടെ ഇരുന്നിട്ടേ പാല് കൊടുത്തോളി, അല്ലെങ്കിൽ ഉള്ളിലിരുന്ന് പാല് കൊടുത്തോളി. ഉള്ളിലിരുന്നോളി, എ സിയിൽ ഇരുന്നോളി. ഇവിടെ ചൂടാണ്, നല്ല ചൂടാണ്. അങ്ങനെ ഉള്ളിൽ ഇരുന്നോളി. കൊടുക്ക്, പാല് കുടിക്കട്ടെ. ഗായ്സ്, നമ്മളുടെ ന്യൂ ബോൺ, അതായത് നമ്മളുടെ ആൺകുട്ടി. എന്ത് കുട്ടിനെ കാണിക്കാലോ, എന്നാ കാണിച്ചോളി. നമ്മളുടെ മോനിത മോനെ ചെക്കൻകുട്ടിയാണ് ഗായ്സ്. എന്ത് അല്ലാ, ഒന്നിനും സംഭവിച്ചാതെ പോയി കണ്ടു. ഇത് പിന്നെ കുട്ടി ഉറങ്ങുകൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ? ഇപ്പൊ നേരെ നിന്ന് കൊടുത്തു കേട്ടോ. ബനി മോനെ ആരെ പോലെ ഉണ്ടായിരുന്നു. എന്ത് പിഞ്ച് പൈതലാണ്. ആ, കമന്റ് കുറ്റം പറയരുത്, പച്ച മണ്ണാണെന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ നമ്മളെ പറഞ്ഞോളൂ. എന്താ കുട്ടിനെ പറയാനുള്ളത്? സുന്ദരനല്ലേ, സിനുവിന്റെ കളറാണ് ഗൈസ് അല്ലേ. അന്റെ കളറല്ലേ കുട്ടി? ഓള് മൈക്കപ്പ് ആണെന്ന് പറഞ്ഞേ. അപ്പൊ ഇതായിട്ട് ചെറുക്കൽ തുടങ്ങി. ആള് കുറച്ച് ഉഷാറാണ്, പക്ഷെ ഒതുങ്ങി കിടക്കുന്നുണ്ട് ആള് കേട്ടോ. എപ്പോഴാണ് വൈലന്റ്, എപ്പോഴൊക്കെ സൈലന്റ് ആണ്. പ്രസവിച്ചപ്പോളേ ഇവിടെ ഇറ്റമ്മ അറിഞ്ഞില്ലേ, അല്ല കണ്ടറിഞ്ഞ് തന്നോക്കണു. മറ്റത് ഇവളത്രയും ഉണ്ടായിരുന്നില്ലേ മൂത്തോളെ. ഓള് കാര്യം പല്ല് പറിച്ചുമ്പോ പല്ല് കുഞ്ഞ കല്ല് കൊടുന്നേരും ഒക്കെ തന്നെ ഇരുന്നു. ചിരിപ്പിക്കുമ്പോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മളുടെ സിങ്കിടി. ഇതിന് ഓരോ പേര് ഇപ്പൊ തന്നെ ഇടാം. അടുത്ത സിങ്കിടി എത്തിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ശേഷം ഉണ്ടായ ആൺകുട്ടിയാണ്. പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടതാണ് അല്ലേ. എന്തായാലും ഓൻ ഭാഗ്യവാനാ. ജനിച്ചപ്പോ പേരുണ്ട്, പെരി കൂടിയും കാറൊക്കെ ഉണ്ട്. ഇനിയിപ്പോ കുട്ടിക്ക് ഇല്ലാത്ത കുറ്റം ഉണ്ടാവില്ല. മൂക്കുമ്മ ചുവപ്പ്, ചുണ്ടുമ്മ കറുപ്പ്, ചെവി കറുപ്പ്. ചെവി കറുത്ത കുട്ടി വാപ്പന്റെ മാതിരി. ചുണ്ട് കറുത്ത വാപ്പാന്റെ കൂടെ, ഇവിടെ കറുത്ത വാപ്പാന്റെ കൂടെ, ഇവിടെ കറുത്ത വാപ്പാന്റെ കൂടെ ഒക്കെ വാപ്പാക്ക. ആരമ്മക്ക് കേട് എന്നാ, ആരമ്മനെ പറഞ്ഞാലും വാപ്പാക്ക കേട് എന്ന് പറഞ്ഞ മാതിരി. എന്തുണ്ടെങ്കിലും വാപ്പാക്ക കേട് എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ എല്ലാവരും മോനെയൊക്കെ കണ്ടില്ലേ. ഇനി നമുക്ക് ഫോട്ടോഷൂട്ട് കണ്ടാലോ. ഫോട്ടോഷൂട്ടൊക്കെ ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉമ്മയും മോനുമായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടാണ്. നമുക്ക് ഫോട്ടോ എടുക്കുന്നത് ഷെറിൻ ജബ്ബാർ കേട്ടോ. മലപ്പുറത്താണ് ഇവരുടെ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ മോനതിൽ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര കളർ തീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇവരുള്ളത്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവരുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഇപ്പോൾ ഈ കുട്ടീനെ അതിലേക്ക് കടത്തിക്കണം നോക്കി എന്ത് രസാലെ കാണാൻ. ഒരു പ്രത്യേക ഭംഗിയിലാണ് ആ ആംബിയൻസ് ഒക്കെ കീപ്പ് ചെയ്ത് ഒരു ട്രഡീഷണലായാലും ഇനി എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും ഇവരടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിക്കുമ്പോൾ നമുക്കൊരു കൗതുകമായിരുന്നു. പിന്നെ ഉമ്മാക്ക് ഇതൊന്നും വലിയൊരു ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഉമ്മ പഴയ ഒരു 90s കിഡ് ആവുകൊണ്ട് ഉമ്മാക്ക് ഇതൊന്നും അങ്ങനെ ദഹിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനെ ഞാൻ വല്ലാതെ കാണിച്ചില്ല, എന്നാലും ഉമ്മാക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കുട്ടീനെ നന്നായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് സിനുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ ഡ്രസ് കോഡിലാണ്. സിനു ഓഫ് വൈറ്റ്, പിന്നെ ഒരു കാപ്പി പോലത്തെ, ഞാനും ആ ഒരു തീമിലേക്ക്, പിന്നെ അലേഹി ആ ഒരു തീമിലേക്ക്. ഇതിൽ നമുക്ക് ഒന്നിനും സഹകരിക്കാത്തത് നമ്മുടെ അലേഹം മാത്രമാണ്. കാരണം അവൾക്ക് 1.5 വയസ്സ് ആവുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു പൊട്ടിത്തെറുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഓള് ഒരു ഫോട്ടോത്തിനും ഓള് നിൽക്കണില്ല. അതൊക്കെ അതേമാതിരി തലയിലൊന്നും വെച്ചാൽ അതൊക്കെ പറിച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ടിനും ഓളെ കിട്ടിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ആകെ ഔട്ടായിട്ട്, കാരണം ഓളുടെ ഒരു ഫോട്ടോയും കിട്ടൂലേ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓൾക്ക് നമുക്കിതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ ഒരു സിറ്റുവേഷൻ കൊണ്ട്. എന്തായാലും 1-2 ഫോട്ടോ ഒക്കെ കരച്ചിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷെറിന് ഒക്കെ എടുത്ത് സെറ്റാക്കി തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോണ വഴിക്കാണ് ഒരു ഷർട്ട് എടുത്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. സിനുവിനൊന്നും പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അലയൊക്കെ പിന്നെ കസ്റ്റം ചെയ്തതാണ്. പിന്നെ ന്യൂ ബോണിനുള്ള ഡ്രസ്സൊക്കെ ഓലെടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസ് അവരെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റാക്ക് മൊത്തം ഒരുപാട് ഡ്രസ്സ് കളക്ഷൻ, അതായത് ഏത് കാസ്റ്റിലുള്ള ആളുകൾ വന്നാലും അവർക്കൊക്കെ അലോഡ് ചെയ്യാൻ പറ്റിയ എല്ലാ ഡ്രസ്സുകളും അവരെടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ആകെ കൊയങ്ങി കേട്ടോ അലേഹനെ പിടിച്ചിങ്ങാണ്ട്. കാരണം അലേഹ ഓൾറെഡി കയ്യിൽ നിൽക്കുന്നില്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ നെളിയും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര വെയിറ്റും, പിന്നെ നമുക്ക് മെൻ്റലി ഇത് കാരണം ഈ ഫോട്ടോ നന്നാവില്ലേ എന്നുള്ള ഡ്രസ്സ് കൊണ്ടും ആകെ ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. എന്നാലും 1-2 കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ഹാപ്പി ആയി. പക്ഷേ വീഡിയോയിലേക്കൊന്നും ഓളതൊക്കെ കാണി ഈ ഒരു കോലാണ് കണ്ടോ, ഒന്നിലേക്കും ഓൾ അടുക്കണില്ല. അവസാനം ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരു പൂവൊക്കെ കൊടുത്തു. പക്ഷേ ഓളൊരിക്കലും ക്യാമറയ്ക്ക് ഫേസ് തരുന്നില്ല. ക്യാമറയിലേക്ക് ഫേസ് തരുമ്പോഴല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. കുഞ്ഞത്താത്തിയും കുഞ്ഞനിയനും കിടക്കുന്നൊക്കെ, കുഞ്ഞത്താത്തിയും കുഞ്ഞനിയനും. അങ്ങനെ അൽഹംദുലില്ലാ നമ്മളുടെ ന്യൂ ബോൺ ഷൂട്ട് കഴിഞ്ഞു. മോനെ എങ്ങനെ സഹകരിച്ചില്ലേ? സഹകരിക്കാത്ത ആളാരാ? പറഞ്ഞെന്താ വെച്ചാൽ ഈ മോനും ഇങ്ങനെ തന്നെ ഇരുന്നു, അതുകൊണ്ടാണെന്നല്ലേ. പിന്നെ ഭയങ്കര ചിരിയിരുന്നു. നമുക്ക് എന്തായാലും ഇതിന്റെ ഔട്ട് ഇറങ്ങിയിട്ട് കാണാം അല്ലേ? സത്യം പറഞ്ഞ ഇവിടെ ഒരുപാട് ആൾക്കാർ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നല്ല സജസ്റ്റ് ചെയ്തത് സിനു ആണ്. അപ്പം ഞാൻ വെറുതെ ജസ്റ്റ് കയറി നോക്കിയപ്പോൾ ഒക്കെ അടിപൊളി ഫോട്ടോസാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു മാസം. ഇത് കറക്റ്റ് ലൊക്കേഷൻ ഏതായിരുന്നു? മലപ്പുറം വലിയങ്ങാടി. ഓക്കെ. ഒരുപാട് തീംസ് ഇതിപ്പോൾ അടുത്ത ഷൂട്ടിന് അവിടെ സെറ്റായി. നമ്മുടെ ഷൂട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം എന്തായാലും ഇൻഷാ അല്ലാഹ് ഔട്ട് ഇറങ്ങിയിട്ട് ഞാൻ എന്തായാലും അതൊക്കെ കാണിച്ചു തരാം. കുട്ടി ഞാൻ എടുത്തു തരാം. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഉമ്മയും മോനും ഇറങ്ങി, ഞാൻ അലേഹനെടുത്ത് വരാം. മക്കളെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അരീക്കോട്ടിലോട്ടാണ് കേട്ടോ. അരീക്കോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനുവിനെ അവിടെ ആക്കിയിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോകും. ഒരു 3-4 ദിവസമായിട്ട് നമ്മൾ അരീക്കോട് തൃക്കടിയേരി, ഇന്നിപ്പോൾ മലപ്പുറം ഒറ്റപ്പാലം, ഫുൾ ടൈം കാറിൽ. ഒരു 6 മണിക്കൂറൊക്കെയാണ് നമുക്ക് നിൽക്കാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഫുൾ ടൈം കാറിലാണ്. ഇനി നമുക്ക് ബുധനാഴ്ച ഇങ്ങോട്ട് തന്നെ വരണം. അതായത് ഇവിടെ പ്രസവാനന്തര കേന്ദ്രത്തിലോട്ട് കൊണ്ടുപോകണം. ഒരുവിധ തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി 40 ദിവസം എന്താണ്, ഫുൾ ട്രീറ്റ്മെൻ്റ് ആണ്. ട്രീറ്റ്മെൻറ്റും നല്ല അടിപൊളി ഫുഡും നല്ല അടിപൊളി പോസ്റ്റ്നാൽ കെയറിലുമാണ് നിൽക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കിടാം. അപ്പോൾ എന്തായാലും ന്യൂ ബോൺ ഷൂട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി നമ്മുടെ എന്താ പറയണ്ടത്, ഷെറിൻ ജബ്ബാറിലെ ഒരു രക്ഷയില്ല ഗൈസ്. എന്തായാലും അടിപൊളി അല്ല, നമ്മുടെ അനുഭവം പറയാണ്. നമ്മളെ ഫോട്ടോഷൂട്ട്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താന്ന് പറയാ അവരുടെ ആ ഒരു എനിക്ക് അതൊക്കെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സൗമ്യമായിട്ട് മക്കളോടാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് ആ തീമുകൾ ഉണ്ടല്ലോ, ആ സജസ്റ്റ് ചെയ്യുന്ന തീമുകൾ, എല്ലാ വെറൈറ്റി ടൈപ്പ് തീമുകളും അവരുടെ കയ്യിലുണ്ട്. കാരണം ഒരുപാട് തീംസ് ഞാൻ അങ്ങനെ കണ്ടു, നമ്മളോട് സജഷൻ ചോദിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും പിന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും അടിപൊളി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ വെച്ചാൽ അവരുടെ ആ ഒരു ലൊക്കേഷൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഫ്രെയിമാണ്. അതായത് ആ ഒരു വൈറ്റ് തീമിലാണെന്നുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്ന തരത്തിൽ ഓരോ സെറ്റിങ്സ് അവരവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും.
പിന്നെ അതേമാതിരി ന്യൂ ബോൺ ഷൂട്ട് മാത്രമല്ല കപ്പിൾ ഷൂട്ട് വരെ എടുക്കാൻ പറ്റിയ എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇതപ്പോൾ ഒന്ന് നമ്മൾ വരുമ്പോഴും ഷൂട്ടിന് ഇങ്ങനെ ബുക്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് ഇനി അലയൊക്കെ എടുക്കാൻ പറ്റും. അത് ബുക്ക് ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കുന്നുണ്ട്. പിന്നെന്താന്ന് വെച്ചാൽ വീഡിയോ ആണെന്ന് ഇപ്പോൾ നമ്മളെടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലയൻ്റെ ഒരു ഷോട്ടൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ. പിന്നെ അലയ അതിന് നമുക്ക് സഹകരിച്ചിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓളെ പ്രായം അതാണല്ലോ, ഓള് ഓടി കളിക്കേണ്ട പ്രായമാണ്. അതിപ്പോൾ ഇനി കാറിലിരുന്നാൽ തന്നെ ഇപ്പോൾ പണ്ടിരിക്കുന്ന മാതിരി ഓളിപ്പോൾ കാറിലിരിക്കില്ല. ഓൾക്ക് ആകേണ്ട ഒരു പൊറുതികേടാണ്. അതേമാതിരി തന്നെയാണ് ഓരോരുത്തർ ഒതുങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഓൾക്ക് ഇങ്ങനെ നടക്കണം, എന്തെങ്കിലുമൊക്കെ പിടിച്ച് വലിക്കണം. ഓൾ അതൊക്കെ പിടിച്ച് വലിച്ചിട്ടും ഭയങ്കര സൗമ്യമായിട്ട് ആള് അല്ലേ നിന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. നല്ല അടിപൊളി ഫോട്ടോസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞാൻ ഇട്ട് തരാം. ഏകദേശം ഒരു 4-5 ദിവസം 5-6 ദിവസം എന്തായാലും ഗ്യാപ്പ് ഉണ്ടാകും. കാരണം എടുത്തതല്ലേ ഉള്ളൂ. ഞാൻ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റായി വരാനുണ്ട്. അന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഇനി അവരുടെ കുറേ വീഡിയോസ് അവർ ചെയ്തു വെച്ചതും ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ തന്നെ കുറേ സംഭവങ്ങൾ ചെയ്തതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് പേജ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. പുതിയ ന്യൂ ബോൺ ഷൂട്ടിനും എല്ലാവർക്കും ഒരു അല്ലേ സെറ്റാണ് ഗൈസ്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ. നമ്മളെ മോനെയും കണ്ടു, ഷൂട്ടും കണ്ടു, എല്ലാം കണ്ടു. പിന്നെ എല്ലാത്തിനും സഹകരിച്ച ഉമ്മാക്കും നമ്മൾ പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. അടുത്ത ഷൂട്ടിനും വരിക അല്ലേ. അല്ല നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ? നിങ്ങൾക്ക് എന്തിനാ ഭക്ഷണം, പപ്സ്, ജ്യൂസ് ഒക്കെ കൊടുത്തിക്കണേ. ആൾക്ക് ഇരുന്ന് കഴിച്ച് പള്ള നിറച്ച് പോരാ. ഞാൻ മാത്രം കഴിച്ചില്ല. വീഡിയോ എടുക്കുമ്പോൾ പള്ള ചാടിച്ചിട്ട് ഞാൻ കഴിച്ചില്ല. ഇപ്പൊ എനിക്ക് നല്ല വിശപ്പും ഗൈസ്. എന്തായാലും എല്ലാം ഇന്നത്തെ അടിപൊളി ഡേ ആയിരുന്നു. എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്പർ താഴെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും വിളിച്ചോളി.